ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ചിമ്മിച്ചൂരി സോസും ചിമ്മിച്ചൂരി ചിക്കനും റെഡിയാക്കിയെടുക്കാം. സാധാരണ ചിക്കന് ചേർക്കുന്ന മസാലകളൊന്നും നമ്മളിതിന് ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു വെറൈറ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടും ഒരു ഡിന്നർ റെഡിയാക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിൻ്റെ സോസ് റെഡിയാക്കാനായിട്ട് പാഴ്സ്ലി ലീവ്സ് ആണ് വേണ്ടത്. ഞാൻ പാഴ്സ്ലി ലീവ്സും കൊറിയാൻഡർ ലീവ്സും എടുത്തിട്ടുണ്ട്, ഹാഫ്. പിന്നെ പെപ്പർ പൗഡർ, ചതച്ച മുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഉപ്പ്, ഒറിഗാനോ, വിനെഗർ വേണം. ഞാൻ റെഡ് വൈൻ വിനെഗറാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചുവന്ന മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന 1 കപ്പോളം കൊറിയാൻഡർ ലീഫും 1 കപ്പോളം പാഴ്സ്ലിയുടെ ലീവ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രപ്പോർഷൻ ചിലപ്പോൾ പാഴ്സ്ലി ഇഷ്ടമില്ലാത്തവർക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ച മുളക് 1 ടീസ്പൂണും, പെപ്പർ പൗഡർ 1 ടീസ്പൂണ്, ഒറിഗാനോ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുമന്ന ഒരു മുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡ് വൈൻ വിനെഗറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വിനെഗർ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു വാട്ടറി ആയിട്ടുള്ളൊരു സോസാണ്. 1/2 കപ്പോളം ഒലീവ് ഓയിൽ ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 to 1 കപ്പ് നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഈ നേരം കൊണ്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ ഒരു ചിക്കൻ ബ്രസ്റ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ഫോർക്ക് വെച്ച് ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടുന്ന ഫ്ലേവേഴ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനും ഈ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ എല്ലാ ചിക്കനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം പെപ്പർ പൗഡറും ഇറ്റാലിയൻ ഹെർബ് ഒരു 1.5 ടീസ്പൂണും ഉപ്പ് ആവശ്യത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒണിയൻ പൗഡർ 2 ടീസ്പൂണും ഗാർലിക് പൗഡർ 2 ടീസ്പൂണും ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിമ്മിച്ചൂരി സോസിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ വെള്ളത്തോടു കൂടി ചേർത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 30 മിനിറ്റോളം വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ഫ്യൂ പീസ് ബട്ടറും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ബട്ടർ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു ലോ മീഡിയം ഫ്ലെയിമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേകും. അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ പീസസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ചിമ്മിച്ചൂരി ചിക്കൻ വിത്ത് ചിമ്മിച്ചൂരി സോസ് റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ ഈ സോസ് കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പഞ്ച് വരുന്നത്. നമുക്കൊരു വെറൈറ്റിയൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ചിമ്മിച്ചൂരി ചിക്കൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.